الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. അവൻ തോളോട് ചേർന്ന് മടമ്പോട് ചേർന്നുകൊണ്ട് മലായിക്കത്തുകൾ സഫിൽ നിൽക്കുന്നത് പോലെ നിന്നുകൊണ്ട് നമസ്കാരത്തിന്റെ പരിപൂർണത കൈവരിക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. صحف إبراهيم وموسى. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الله أكبر. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله حق التقوى. فتقوى الله عز وجل خير زاد يبلغ إلى رضوان الله. ഏത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾ ആ സമൂഹം പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസ ആദർശങ്ങളുടെയും സംസ്കാര ശീലങ്ങളുടെയും ഒക്കെ പ്രകടനമായിരിക്കുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആഘോഷങ്ങളും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വിശ്വാസ ആദർശ സംഹിതകളുടെയും സംസ്കാരങ്ങളുടെയും സ്വഭാവ ശീലങ്ങളുടെയും ഒക്കെ പ്രകടനമായിരിക്കുക സ്വാഭാവികമാണ്. ആ അർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ആഘോഷം എന്നത് അള്ളാഹുവിലേക്കുള്ള ആവർത്തിച്ചുള്ള മടക്കത്തിനുള്ള സന്ദർഭമാണ്. ഈദ് എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് ആ അർത്ഥമാണ്. അള്ളാഹുവിലേക്കുള്ള ആവർത്തിച്ചുള്ള മടക്കം അല്ലെങ്കിൽ ആവർത്തിച്ച് വരുന്ന സന്തോഷം എന്നൊക്കെയാണ് ഈദ് എന്ന വാക്കിന്റെ അർത്ഥം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏത് പ്രവർത്തനവും അള്ളാഹുവിലേക്കുള്ള ആവർത്തിച്ചുള്ള മടക്കമായിരിക്കുക എന്നതാണ് അവന്റെ വിശ്വാസത്തിന്റെ പ്രകടനമായി സ്വാഭാവികമായ പ്രകടനമായി ഉണ്ടായി തീരേണ്ടത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ മദീന നിവാസികൾ ആർത്തുവിളികളുമായി 2 ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. നൈറോസ്, മഹ്റജാൻ എന്നീ പേരുകളിൽ ആർത്തുവിളികൾ അവിടെ മദ്യവും മദിരാക്ഷിയുമൊക്കെയായി നടത്തിക്കൊണ്ടിരുന്ന ആഘോഷങ്ങൾക്ക് പകരം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ 2 ആഘോഷങ്ങൾക്ക് പകരമായി ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഉത്തമമായ 2 ആഘോഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകരം വെക്കുകയാണ്. ആ ആഘോഷങ്ങളിൽ ഒന്ന് ഈദുൽ ഫിത്റാണ്, മറ്റൊന്ന് ഈദുൽ അദ്ഹയാണ്. ഈദുൽ ഫിത്ർ നമുക്കറിയുന്നത് പോലെ 1 മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം അള്ളാഹുവിന്റെ കൽപ്പനകൾ എത്ര പ്രയാസകരമാണെങ്കിലും സന്തോഷപൂർവ്വം ഞാൻ നടപ്പിലാക്കാൻ സന്നദ്ധനാണ് എന്ന് പ്രായോഗികമായി തെളിയിച്ചുകൊണ്ടുള്ള 1 മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം അതിനുള്ള സന്തോഷ പ്രകടനമായി നടത്തുന്ന ഈദുൽ ഫിത്ർ അഥവാ ചെറിയ പെരുന്നാളും പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണകൾ ഉയർത്തിക്കൊണ്ടും ആഘോഷിക്കപ്പെടുന്ന ബലിപെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹ ആഘോഷവുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിനു ശേഷം അവിടെയുള്ള ആളുകൾക്ക് പകരമായി നൽകിയ 2 ആഘോഷങ്ങൾ. ഈദുൽ അദ്ഹയെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രവാചകൻ
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിലെ ഒരു കുടുംബത്തിൽ ഏതാണ്ട് 4500-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ഒരു കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച മനുഷ്യനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. തന്റെ പിതാവായ ആസർ ആ നാട്ടിലെ ഭരണകൂടത്തിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ല. ആ നാട്ടിലെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും മതത്തിന്റെ മേലപ്പ് ചാർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന പുരോഹിതനാണ്. ദൈവങ്ങളെ ഹോൾസെയിലായും റീറ്റെയിലായും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന പിതാവിന്റെ മകനായി ജനിച്ച് ജീവിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിമിന് വേണമെങ്കിൽ തന്റെ പിതാവിന് ഭരണകൂടത്തിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തി അതിന്റെ തിണ്ണബലത്തിൽ വളരെ സന്തോഷപൂർവ്വം സുഖസമൃദ്ധമായി ജീവിക്കാമായിരുന്നു. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ നിന്ന് മുന്നോട്ട് പോവുകയും ഒറ്റയാൾ പട്ടാളമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഉമ്മത്തൻ കാന ഇബ്രാഹിം ഉമ്മത്തൻ വാഹിദ, ഒറ്റയ്ക്ക് ഒരു സമൂഹം ചെയ്യേണ്ടുന്ന പണി ഏകാന്തമായി ഒറ്റയ്ക്കായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവിധ അവഗണനകളെയും എല്ലാവിധ പരിഹാസങ്ങളെയും എല്ലാവിധ ആക്ഷേപങ്ങളെയും എല്ലാവിധ പീഡനങ്ങളെയും വളരെ സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് ആവർത്തിച്ച് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എന്റെ നാഥനിലേക്ക് പോകുന്നു. നാട്ടുകാർ എതിർക്കുമ്പോ, ഭരണകൂടം എതിർക്കുമ്പോ, ചുട്ടിരിക്കാൻ വേണ്ടി ഭരണകൂടം തീക്കുണ്ടാരങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ, രാജ്യനിവാസികൾ ഒന്നാകെ എതിർക്കുമ്പോ, തന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോ സമയനാ ഫത്തൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ നമുക്ക് ശല്യമായി തീർന്നിട്ടുണ്ട്, അവനെ നശിപ്പിക്കേണ്ടതുണ്ട്. ഹരിഖൂഹു വൻസുറു ആലിഹത്തക്കും, അവനെ ചുട്ടരിക്കുക, നിങ്ങളുടെ ദൈവങ്ങളെ രക്ഷിക്കുക എന്ന് പേർത്തും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുക ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ പോകുന്നു എന്റെ നാഥനിലേക്ക്. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ നാഥനിലേക്ക് ഹിജ്റ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജന്മനാട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. സ്വന്തം പിതാവിനോട് ഇന്നി ഖദ് ജാഅനീ മിനൽ ഇൽം മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ്യ, താങ്കൾക്ക് ബോധ്യപ്പെടാത്തതും താങ്കൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്തതും താങ്കൾക്ക് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുമായ ചില യാഥാർത്ഥ്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഫത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ്യ, പിതാവായ താങ്കൾ മകനായ എന്നെ പിൻപറ്റുകയാണെങ്കിൽ അഹ്ദിക സിറാത്തൻ സവിയ്യ, താങ്കൾക്ക് നേർമാർഗത്തിന്റെ വെളിച്ചം ഞാൻ കാട്ടിത്തരാമെന്ന് പിതാവിനോട് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിതാവിനെ ഒഴിവാക്കി, നാട് ഒഴിവാക്കി, ബന്ധുജനങ്ങളെ ഒഴിവാക്കി 14,500 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 5000-ഓളം കിലോമീറ്ററുകൾ യാത്ര ചെയ്തു. ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ സുഖസുന്ദരമായി ജീവിക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യം ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് ജീവിതാവസാനം വരെ ആജീവനാന്ത പ്രവാസ ജീവിതം സ്വന്തം ഭാഗധേയമായി സ്വയം തീരുമാനിച്ചെടുത്തുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീനിലൂടെ, മിസ്രിലൂടെ, പിന്നെയും ഫലസ്തീനിലൂടെ അവസാനം മക്കയിലെത്തി അള്ളാഹുവിന്റെ ഭവനം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി പടുത്തുയർത്തുകയും അവിടെ നിന്നുകൊണ്ട് ലോകത്തുള്ള മനുഷ്യരോട് അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ആ വിളിക്ക് ഉത്തരം നൽകാൻ സൗഭാഗ്യം ലഭിച്ച ആളുകൾ അന്ന് മുതൽ ഇങ്ങോട്ട് വർഷങ്ങളായി, സഹസ്രാബ്ദങ്ങളായി അവിടെ എത്തി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനകളുടെ പ്രയോഗവൽക്കരണം, അതിന്റെ പൂർത്തീകരണമായി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ പുനരാവിഷ്കാരവും പുനരവതരണവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹജ്ജിലൂടെ, ഉംറയിലൂടെ കോടാനകോടി മനുഷ്യർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങളായി നിർവഹിച്ചതും ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് നടത്തിയ പ്രാർത്ഥനകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതിന്റെ, അതൊക്കെ പരിഗണിച്ചതിന്റെ ഫലമായി ഉണ്ടായിത്തീർന്നതാണ്. അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ അലാ കുല്ലി ളാമിരിൻ വയഅതിയ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയശ്ഹദു മനാഫിഅ ലഹും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കൊണ്ട് വിളിപ്പിച്ചതാണ്. അന്ന് മുതൽ ഇങ്ങോട്ട് മനുഷ്യർ ലബ്ബൈക്, നാഥ നീ വിളിക്കുമ്പോൾ നിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഞങ്ങളിതാ സന്നദ്ധരായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രഖ്യാപനങ്ങളുടെ ഒക്കെ ഒരു ഓർമ്മ പുതുക്കലായി അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വർഷത്തിലൊരിക്കൽ ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള വിശ്വാസി സമൂഹം, മുസ്ലിം സമൂഹം സന്തോഷപൂർവ്വം ഈദ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ഏകാന്തനായി ഇത്ര പ്രയാസകരമായ സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്ത് ആജീവനാന്ത പ്രവാസ ജീവിതം സ്വയം ഭാഗധേയമായി ഏറ്റെടുത്ത് നാടും വീടുമൊക്കെ വെടിഞ്ഞ് മക്കയിലെത്തിയത് എന്തിനാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിച്ചുകൊണ്ട്, നാഥനായ അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് താൻ ജീവിക്കുവാനും തനിക്ക് ശേഷം ഒരു തലമുറയെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളിലും
താൻ മാത്രം വിശുദ്ധനായി, താൻ മാത്രം അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി, താൻ മാത്രം അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെട്ടവനായി തീരണം എന്നല്ല. ആദ്യം മുതൽ അവസാനം വരെ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും ഈ സന്ദേശം, ഈ ആദർശം, ഈ തൗഹീദിന്റെ സന്ദേശം, ഈ ഏകദൈവത്വത്തിന്റെ സന്ദേശം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം. ഇത് ലോകാവസാനം വരെ നിലനിൽക്കണം. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത് എന്ന് ചരിത്ര വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏകാന്തനായി ത്യാഗം സഹിച്ച് മുന്നോട്ട് വന്നതിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നാം ഈദ് ആഘോഷിക്കുമ്പോൾ നാം നമ്മിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം, ഈദ് എന്നതിന് മടക്കമെന്നും പുനരാവർത്തനമെന്നും ഒക്കെ അർത്ഥമുള്ളത് കൊണ്ട് തീർച്ചയായും നമ്മിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നാം നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ബിംബങ്ങളെ വിറ്റിരുന്ന നാട്ടിൽ ബിംബങ്ങളെ വിൽക്കുന്ന ഹോൾസെയിൽ ഏജന്റിന്റെ മകനായി പിറന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾ ചടഞ്ഞിരിക്കുന്ന, നിങ്ങൾ ഭജനം നടത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പൂജകളും വഴിപാടുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ മാഹാദിഹി തമാസീൽ, ഇതിനെന്ത് കഴിവും എന്ത് പ്രാപ്തിയുമാണുള്ളത്? എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരാൻ കഴിയുക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അതേ സ്വഭാവത്തിലും പ്രകൃതത്തിലും അപ്പുറത്ത് ആ നാട്ടിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമിയായ ഭരണാധികാരിക്കെതിരിൽ അല്ലാഹുവിനാണ് ആധിപത്യം എന്ന വിഷയത്തിൽ തർക്കിക്കുന്ന വിഷയവും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. ആരാധനയും അനുഷ്ഠാനവും പൂജയും വഴിപാടും പ്രാർത്ഥനയും മാത്രം അല്ലാഹു നൽകുന്നതിനെ കുറിച്ചല്ല ഇബ്രാഹിം അലൈഹിസ്സലാം സംസാരിച്ചതും. ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക. ഈ ഭൂമിയുടെ ആധിപത്യം, ഈ നാടിന്റെ ആധിപത്യം, ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യം അതിൽ നമ്രൂദ് കൈകടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ വ്യത്യസ്തങ്ങളായ അധികാരിവർഗം കൈകടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നും അങ്ങനെ കൈകടത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും അത്തരം കൈകടത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് നമ്മൾ ഈദ് ആഘോഷിക്കുമ്പോൾ ആധുനികമായ ഇത്തരം ദൈവഹിതത്തിന് വിരുദ്ധമായ ഭരണകൂടങ്ങൾക്കും ഭരണാധികാരികൾക്കും ഒക്കെ എതിരെ, അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ കൈകടത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കും വ്യക്തികൾക്കും എതിരെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയെന്ന നിലയ്ക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ തന്നെ പ്രതിഫലനമായി നമ്മിൽ നിന്നുണ്ടാകേണ്ടുന്നതാണ് അത്തരം അതിക്രമങ്ങൾക്കും അന്യായങ്ങൾക്കും അള്ളാഹുവിന്റെ ആധിപത്യത്തിനെതിരെയുള്ള കരുണാക്രമണങ്ങൾക്കും ഒക്കെ എതിരിൽ പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ വളർന്നു വരിക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ഊറിന്റെ പ്രതിഫലനമായി ഉണ്ടായിത്തീരേണ്ടുന്നതാണ്. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ട്, ആധുനിക നമ്രൂദുമാർ അഗ്നി ഒരുക്കി കാത്തിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്തതികൾ വളരെ ആവേശപൂർവ്വം, വളരെ അഭിമാനപൂർവ്വം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്തതികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. आग है औलाद इब्राहिम है नमरूद है क्या फिर किसी का इम्तिहान न मकसूद है. ആഗ് ഹെ, അഗ്നി പല വിധങ്ങളിലായി പല രൂപങ്ങളിലായി തീ ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഔലാദ ഇബ്രാഹിം ഹെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരയും ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്രൂദ് ഹെ, കൈകാര്യം ചെയ്യാൻ സന്നദ്ധമായി സജ്ജമായി നമ്രൂദുമാരും വാണുകൊണ്ടിരിക്കുന്നു. ക്യാ ഫിർ കിസി കാ ഇംതിഹാൻ ന മഖ്സൂദ് ഹെ. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇബ്രാഹിമിന്റെ സന്തതി പരമ്പരയെ കൈകാര്യം ചെയ്യാൻ നമ്രൂദുമാർക്ക് തോന്നുന്നില്ല? എന്തുകൊണ്ട് തോന്നുന്നില്ല? നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. വളരെ സന്തോഷപൂർവ്വം സുഖകരമായി ഈദ് ആഘോഷിച്ചുകൊണ്ട് ആവേശപൂർവ്വം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അനുയായികളാണ് എന്ന് പറയാനുള്ള യോഗ്യത ഏത് അർത്ഥത്തിലാണ് നമ്മൾ നേടിയിട്ടുള്ളത്? പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ദീർഘമായി സഞ്ചരിച്ച് മക്കയിലെത്തി. അവിടെ ഒരു പരിചയവുമില്ലാത്ത, വെള്ളമില്ലാത്ത, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെണ്ണുകെട്ടാത്ത കല്ലുകൾ മാത്രമുള്ള, ഒരു വിധത്തിലും വഴങ്ങാത്ത ചരൽക്കല്ലുകൾ മാത്രമുള്ള ഭൂമിയിൽ ഭാര്യയെയും എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് പോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. നാഥ നിന്റെ താല്പര്യപ്രകാരം, നാഥ നിന്റെ താല്പര്യപ്രകാരം, നാഥ നിന്റെ പൊരുത്തവും നിന്റെ തൃപ്തിയും നിന്റെ ഇഷ്ടവും നേടാൻ വേണ്ടി മാത്രം അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ, പുല്ലുമുളയ്ക്കാത്ത, ജലാംശമില്ലാത്ത, വെള്ളത്തിന്റെ സാന്നിധ്യം അറിയാത്ത ഈ മണ്ണിൽ എന്റെ ഈ പിഞ്ചു കുഞ്ഞിനെയും ഈ ഭാര്യയെയും ഞാൻ ഒഴിവാക്കി പോവുകയാണ്. റബ്ബനാ ലിയുഖീമുസ്സലാത്ത്, നാഥ അവർ നിന്നെ അനുസരിച്ചുകൊണ്ട്
നമസ്കാരം മുതൽ അങ്ങോട്ടുള്ള കർമ്മങ്ങളൊക്കെ നിലനിർത്തുന്ന ആളുകളായി മാറണം. ഞാൻ എന്നോട് ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നോ ഒരു ത്യാഗം സഹിക്കാൻ, ഒരൽപ്പം ത്യാഗം സഹിക്കാൻ? ഭാര്യയെയും മക്കളെയും കൊണ്ടുപോയി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിവാക്കുന്നതിന് പകരം നമ്മളുടെ സ്വാർത്ഥതകൾ, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മൾ തീരുമാനിച്ചുറച്ച നമ്മുടെ ധാരണകളിൽ നിന്നോ ഒരൽപ്പം താഴോട്ട് ഇറങ്ങി, ഒരൽപ്പം മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സന്നദ്ധത ഏത് അളവിലാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്?